ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇന്നൊരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഒരാൾ എന്നെ അവിടെ ഇരുന്ന് ഇപ്പം വന്നിരുന്ന് കഴിക്കുക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ വരട്ടെ, ഞാൻ പറയാം വാ. അന്നേരം പറയാം ഷർട്ട് ഇടാതെ വരണം. അവൻ ഷർട്ട് ഇടാതെ വരണം. ഞാൻ അന്നേരം എടുത്തന്നേ ഉള്ളന്ന്. അപ്പോഴേ ഇന്ന് അതായത് ഈ ഇൻട്രോ എടുക്കുന്നത് ബുധനാഴ്ച. അപ്പോൾ എനിക്കിനി 7:30 തൊട്ട് 9:30 വരെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് ചർച്ചിലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരത്തെ എഡിറ്റിംഗ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിന് ഇരുന്നാൽ ഒക്കത്തില്ല. ഇവിടുത്തെ പിള്ളേരുടെ ബഹളവും അതും എല്ലാം കൂടെ മെനക്കേടായിരിക്കും. പിന്നെ എന്തെങ്കിലും വൈകിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം. അതുകൊണ്ട് വെള്ളിയും ബുധനും നമുക്ക് നേരത്തെയൊക്കെ ചെയ്തു വെക്കണമല്ല. അപ്പോഴേ എനിക്കൊരമളി പറ്റി എൻ്റെ മക്കളുമാരെ. എന്തുവാന്നോ, ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു, കമൻ്റ് ഇട്ടുകൊണ്ടിരുന്ന ആ ഒരു പുള്ളിക്കാരി എൽദോ ഐസക്കെന്ന്. അപ്പം ഞാൻ എന്നാൽ പറയാൻ ചെയ്തില്ലേ, പുള്ളിക്കാരി എന്ന് ഞാൻ പറയുന്നത് എൻ്റെ കൈ മൂത്തതായതുകൊണ്ടല്ല, ഇളയതാന്നേലും നമ്മളൊരു ചിലർ പറയാമല്ലോ പുള്ളിക്കാരി പുള്ളിക്കാരൻ എന്നൊക്കെ. അപ്പോൾ എനിക്കതിൻ്റെ റിപ്ലൈ വന്നു കേട്ടോ. ഒരു മിനിറ്റേ. ആ കമൻറ്റ് വായിച്ചിട്ട് കുറേ നേരം തന്നെ ചിരിച്ചോണ്ട് കിടക്കുമായിരുന്നു, വട്ടരെ പോലെ. എന്തുവാന്നോ, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോ എന്നും കാണുന്നുണ്ട്, ലൈക്ക് ഇടും, പക്ഷേ കമൻ്റ് ഇടാറില്ല. ഇനി എന്നും കമൻ്റ് ഇടാം. പിന്നെ ഒരു കാര്യം ചേച്ചി, ഞാൻ പുള്ളിക്കാരിയല്ല, പുള്ളിക്കാരനെ 26 വയസ്സല്ല പുള്ളിക്കാരൻ. എൻ്റെ ദൈവമേ, എനിക്ക് ആ കമൻറ്റ് വായിച്ചിട്ട് ഞാൻ അന്നേരം തന്നെ അവിടെ നിന്ന് ചിരിച്ചിരി. പിന്നെയും എനിക്കത് ഓർക്കുമ്പോൾ അങ്ങ് ചിരിയാണ് വരുന്നത്. മിക്ക ആൾക്കാരും ഐ ഡി വരുന്നത് ചിലപ്പം അവരുടെ ഹസ്ബൻഡ് ഐ ഡി എന്നായിരിക്കും, അത് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് ആണോ പെണ്ണോ എന്ന് അറിയത്തില്ലല്ലേ. കുറേ നാളുകൊണ്ട് എൻ്റെ പഴയൊരു സബ്സ്ക്രൈബറാ കമൻ്റ് ഇടും, പക്ഷേ ആങ്കൊച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരു മോനാ. താങ്ക് യു മോനെ. ഓക്കെ, ഇനി എന്നും ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജൂലി എന്ന് പറയുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ഗൾഫിലാണ്. അപ്പം അവൾക്കാണെങ്കിൽ കണ്ണ് പ്രോബ്ലമാണ്. എന്നിട്ടും അവൾ വീഡിയോ കണ്ടില്ലെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടില്ല എങ്കിൽ ചിലപ്പം ഓഡിയോ കേൾക്കും. ഓഡിയോ കേട്ടിട്ട് വീഡിയോ കാണാൻ ചിലപ്പോൾ അടുപ്പിച്ചിരുന്ന് 2-3 വീഡിയോ ഒക്കെ അങ്ങിരുന്ന് കാണും. ഞാൻ അന്നേരം പറയാം, അയ്യോ നമുക്ക് നമ്മുടെ വീഡിയോ കാണണമെന്ന് നമ്മൾ പറയും, പക്ഷേ അവരവരുടെ ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും മനസ്സിലാക്കി കണ്ടാൽ മതി. പിന്നെ എന്തോലും വന്നാൽ പിന്നെ ഞാൻ കാണത്തില്ല, ഞാനിവിടെ ഇരിക്കുക. അതുകൊണ്ട് എല്ലാവരുടെയും ഹെൽത്ത് നോക്കിയിട്ടൊക്കെ വീഡിയോ കാണുക കേട്ടോ. പിന്നെ നാക്കിൽ എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു ഒരു കമൻറ്റ്. ചേച്ചി ഇപ്പോൾ എല്ലാവരുടെയും പേര് പറഞ്ഞും കാണാത്തവരെ തിരക്കുമൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, ചേച്ചിക്ക് 1 lakh ആയാൽ ചേച്ചി ഞങ്ങളെ ഓർക്കുമോ പഴയവരെ? ഒരിക്കലും അഖിൽ മോനെ നീ അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ എൻ്റെ പഴയ ആൾക്കാരെ മറക്കുമെന്ന്. ഞാൻ എത്ര വലുതായാലും എത്ര 1 lakh ആയാലും അത് നിങ്ങൾ മുഖേനയാണ് ഞാൻ അത്രയും ഒരു ഉയരത്തിലെത്തുന്നത്. അപ്പോൾ എൻ്റെ പഴയ ആൾക്കാരെ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, നമ്മളങ്ങനെ മറക്കത്തില്ല. പിന്നെ എൻ്റെ ഒരു ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും എന്നെ മീൻസ് നമ്മൾ തമ്മിലിങ്ങനെ അടുത്തുള്ള പരിചയമില്ല. ചുരുക്കം ചിലരൊക്കെ നമുക്കങ്ങനെ പരിചയമുള്ളവർ കാണും. പക്ഷേ എനിക്ക് നല്ല എൻ്റെ ഈ ഇപ്പം അഖിൽ തന്നെ സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കാം, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ അഖിൽ ചിലപ്പം എന്നെ മറക്കും. അതാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യത്തിലാണെങ്കിലും. എന്നെ ആദ്യം ആൾക്കാർ കുറേ സ്നേഹിക്കും, പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പം പിന്നെ അവരുടെ ഒരു ഇതും കാണത്തില്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ മറക്കുമായിരിക്കും, പക്ഷെ ഞാൻ ആരെയും മറക്കത്തില്ല കേട്ടോ. അതൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. 1 lakh ആയാലും അത് ഇനി എന്നായിരിക്കും ആവുമെന്ന് ഞാനും ചിന്തിക്കുന്നു. എത്ര ആണെങ്കിലും നമ്മൾ ഒരിക്കലും ഞാനെടുത്ത് വായിക്കുന്നെടുത്ത് മാറ്റിക്കോളാം. അവനോട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ പറയടാ ഇന്നെന്തോ പഠിപ്പിച്ച്, ഇതിട്ടോണ്ട് വാ നിനക്ക് വരണമല്ലേ പറഞ്ഞേ, പിന്നെ എന്തോ പഠിപ്പിച്ചെന്ന് ചോദിക്കുന്നേ. ഇവൻ എന്തോ ചെയ്യുന്നോ, അവൻ വന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് ബുക്കും പുസ്തകം എല്ലാം എടുത്തങ്ങ് വെളിയിൽ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തുകൊണ്ട് വരും. അങ്ങനെ നേരം വെളുത്തായിരിക്കും പിന്നെ നോക്കുമ്പം ഹോംവർക്ക് ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ബാഗോടെ ഇവിടെ കൊണ്ടുവന്നേരം ഞാൻ നോക്കിക്കോളാം.
കൊച്ചു കള്ളം പറയുന്നില്ലൂടാ. പിന്നെ അവന് ആദ്യമൊക്കെ ചിലപ്പോഴൊക്കെ അവന് വീഡിയോ വരാൻ മടി. ഇന്നിപ്പം പറഞ്ഞ് ഞാനിവിടെ വരട്ടെ, ഞാനും വരുന്നത് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ ഞാൻ നിൽക്കാം വരാൻ. ബാ എന്തോന്ന് പറയാനിരിക്കുന്നേ? എന്തോടാ? അയ്യോ, പിന്നെ ഞാൻ ചിന്തിച്ചാൽ എന്താ കണ്ടൊക്കെ അങ്ങ് പറയാൻ വരുവാന്ന്, ഞാനിവിടെ വരുന്നെന്നൊക്കെ പറഞ്ഞോണ്ടേ. എന്തോ ഒരു പറയാതെ എന്തിനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ? അങ്ങനെ വന്നയാ? അത് ശരി. സ്കൂളിൽ നിന്ന് നല്ലതായിരുന്നോ? എന്തോ പഠിപ്പിച്ച്? ഇംഗ്ലീഷ് നോട്ട്സ് ആക്കിയായിരുന്നു, അത് ചെയ്തു. പിന്നെ EVS ടെസ്റ്റ് ആയിരുന്നു, അത് മിസ് ഇന്ന് എടുത്തില്ല, നാളെ എടുക്കും. EVS ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? ഏത് ചാപ്റ്റർ? ഡയഗ്രാം. അത് നീ ഇന്നലെ പറഞ്ഞോ എൻ്റെ അടുത്ത്? ഡയഗ്രാം ഓഫ് പ്ലാന്റ്. എന്നിട്ടത് പഠിച്ചോ? നീ ചെയ്ത് പഠിച്ചോ? മര്യാദക്ക് ഇനി ഇത് കഴിഞ്ഞ് ചെയ്തു തോന്നണം. വരുന്ന ഉടനെ എന്തോ നിങ്ങളെന്ന് പറഞ്ഞ മൊബൈൽ എടുത്തോണ്ടായിരിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് വേടാ നിന്റെ മൊബൈല്. പിന്നെ ടിഫിൻ കഴിച്ചായിരുന്നോ നീ? ആരെങ്കിലും ഒന്നും പറഞ്ഞോ? പിന്നെ ബസ്സിൽ എന്തുണ്ടായിരുന്നു വിശേഷം? ഓക്കെ ഓക്കെ. അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞു. പിന്നെ അങ്ങ് തുണി കഴുകാനായിട്ട് ഇടുക. അപ്പം കിച്ചണിലാണ് നല്ല വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. ഉള്ള സൗകര്യത്തിൽ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം അതിൻ്റേതായ സ്ഥലക്കുറവുണ്ട് നമുക്ക് കിച്ചണിൽ. അപ്പം രാവിലെ ഇന്ന് ഞാൻ പറഞ്ഞില്ല ആഴ്ച ഒരു ദിവസം മാഗി ആയിരിക്കുമെന്ന്. എനിക്ക് മാഗി അത്ര താല്പര്യമില്ല. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട്, ഇവർക്കൊന്നും വെജിറ്റബിൾസ് വേണ്ട, അവർക്ക് സാധാ മതി. അത് ഞാൻ ഉണ്ടാക്കി ഞാനും കഴിച്ചു. അതിനുശേഷം തുണി ഇടാൻ പോയി. പുളിപ്പാത്രം കാലിയായി, അതിങ്ങനെ കഴുകിയിട്ട് പുളി വെച്ച് വെക്കാം. അപ്പോൾ മീൻ പുളി ഇടുന്ന തോട്ടുപുളി ഇടുന്ന പാത്രം ഡബ്ബ കാലിയായി. അപ്പോൾ അവസാനമുള്ള പുളി ഞാനെടുത്ത് മീൻകറി വെക്കാനായിട്ട് അതെടുത്തിട്ട് ബാക്കി ഡബ്ബയെല്ലാം കഴുകി. അന്നേരം നമുക്ക് മീൻ വെട്ടുമ്പം മീൻ കഴുകാമല്ലേ. അപ്പോൾ ഇനി അതൊന്ന് കഴുകി ഉണങ്ങിയതിന് ശേഷം പുളി ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഈ പുളി കുറേ നാളിന് മുമ്പിട്ട് കൊണ്ടുവന്നേ. അത് അന്ന് ഇച്ചിരി കല്ല് പോലെ ഇരിക്കുമായിരുന്നു. അന്നേരം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെച്ചേ. അപ്പോൾ അടി വശമായതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണമയമുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കട്ടെ. പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയായിരുന്നു. പിന്നെയും കുറച്ച് ഇവർക്ക് കൊടുത്ത ബോൺമീറ്റൊക്കെ കൊടുത്തതും അങ്ങനെയുള്ള കുറച്ച് വന്ന് അതുകൂടെ കഴുകിയെടുത്തിട്ട് പിന്നെ മീൻ അങ്ങോട്ട് എടുത്ത് വെള്ളത്തിലിടാമെന്ന് വെച്ച്. മതി, പാലൊക്കെ തട്ടിപ്പോവും. അന്നേരം ഞാൻ അവിടെ ഒരു ചീനച്ചട്ടി വെച്ചേക്കുമല്ലായിരുന്നോ. ഇവൻ അടുക്കളയിൽ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ആശാൻ കണ്ടില്ലായിരുന്നു ആദ്യം. ഇവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തോ കിട്ടിയാലും അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ ഇച്ചിരി നേരം എടുത്തത്. അപ്പം ഈ ചുമന്ന അരി കുറേ മാസമായി, 2-3 മാസമായെന്ന് തോന്നി ഇത് വാങ്ങിച്ചിട്ട്. ഇവിടെ ഈ പിള്ളേർക്കൊന്നും ഈ ചുമന്നേരി ഇഷ്ടമല്ല. ഇവിടെ എനിക്കാ ഈ ചുമന്നേരി ഇഷ്ടം. അവർക്കൊക്കെ ഇവിടെ ഉള്ള കൂടുതലും അവർക്കിഷ്ടം ബിരിയാണി അരിയ, പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ വെള്ള അരിയാണ് വെക്കുന്നത്. അപ്പോൾ എനിക്കിത് കൊതിയായതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഇത് ഇച്ചിരി എടുത്ത് കുക്കറിലിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഡാഡിക്ക് കൊടുത്താലും ഡാഡിക്കും കുഴപ്പമില്ല. പക്ഷേ കഴിച്ചാൽ ഈ പിള്ളേർക്കും അത്ര താല്പര്യമില്ല നമ്മുടെ ചുമന്നേരി. അപ്പോൾ ഇന്ന് അയലമീനായിരുന്നു. നമ്മുടെ മായക്കുട്ടി പറയും, ചേച്ചിക്ക് ചൂരയെ കിട്ടത്തുള്ളൂ. ഇവിടെ ചൂര, അയല, മത്തി, പിന്നെ അല്ലാതെ ഈ ആവോലിയൊക്കെ നമ്മളങ്ങ് വലിയ മലാടി പോവാണെങ്കിൽ
ആവോലിയൊക്കെ കാണും. നമ്മുടെ ഈ അടുത്ത് ഇവിടെ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ചിലപ്പോഴേ അവരുടെ കയ്യിൽ ആവോലി കാണത്തുള്ളൂ. അവർ ഇത്രയും സ്ഥിരം മീൻ. പിന്നെ ഈ മാന്തേൾ ഇവിടെ ഉള്ളവർ കഴിക്കുന്ന ഒരു സൈസ് മീനുണ്ട്, ബോംബിൽ, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ കഴിക്കാറില്ല. ഞാൻ എന്നിട്ട് റേച്ചാനത്ത് പറയായിരുന്നു, ഈ നങ്കുണ്ടല്ലേ, ഞാൻ ഇതുവരെ നങ്ക് വാങ്ങിച്ചുണ്ടാക്കിയിട്ടില്ല. അത് ഞാൻ റേച്ചാൽ അത് മുള്ളൊന്നുമില്ല, നിങ്ങൾക്കും കഴിക്കാൻ പറ്റുമെന്ന്. അത് തോരൻ വയ്ക്കാനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് നങ്ക്. അതെന്തുവാണെങ്കിലും ഞാൻ ഇനി ഒരു ദിവസം വാങ്ങിക്കും, അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ വേണമെങ്കിൽ വാങ്ങിയിരുന്നൊക്കെ പറയുന്ന മീൻസ് ദേഷ്യത്തിലല്ല, നിങ്ങൾക്ക് കഴിക്കാൻ വേണമെങ്കിൽ വാങ്ങിയിരുന്ന. പിന്നെ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട് പിന്നെ അതിങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ചൂരയാണ് കൂടുതലും ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ ഇഷ്ടവുമാണ്. പിന്നെ ഇന്നലെ ചേച്ചി പറഞ്ഞു അവരൊന്നും ചൂര കഴിക്കാറില്ലെന്ന്. പക്ഷേ എനിക്ക് ചൂരയുടെ തലയും ഭയങ്കര ഇഷ്ടമാണ്. ചൂരയുടെയും വങ്കടയുടെയും തല ഇഷ്ടമാണ്. മത്തി എനിക്കിഷ്ടമാണേ. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടി അതിൻ്റെ തല ഇന്ന് എടുക്കുന്നുണ്ട്. മീൻ ഇങ്ങനെ പീസാക്കി ഞാൻ വെള്ളം വാലാനായിട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ടേ. മീനുണ്ടെങ്കിൽ നമുക്കൊരു കറി അങ്ങ് ആവും. എനിക്ക് മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇവിടെ പിള്ളേർക്കാന്നേലും കൊച്ചവൻ മാത്രമേ പീസ് ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ. ചാറാണെങ്കിൽ അവനും ഇഷ്ടമാണ്. അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ അയല വെച്ചപ്പോഴേ ഞാൻ അതിൻ്റെ തല എടുത്തില്ലല്ലേ. അപ്പം നമ്മുടെ മിഞ്ചീസ് ബ്ലോഗിലെ പുള്ളിക്കാരെന്ന് പറഞ്ഞ് അയലയുടെ തല അളിയനും കഴിക്കുമെന്നാണ്. അളിയനും അത് ഞാനും കേട്ടിട്ടുണ്ട് പണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ അയല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനേ ആ തല വറക്കാനായിട്ട് മസാല തട്ടി വെച്ചിട്ടുണ്ട്. ഇല്ലേ, നമ്മൾ കടുക് വറക്കുന്നതിൻ്റെ അകത്തെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലതാണ്. ചെയ്യാന്ന് വെച്ച് പിന്നെ മീനെ മസാലയൊക്കെ ഇട്ട് മൂപ്പിക്കുക. പിന്നെ എന്തുകൊണ്ട് തുണിയൊക്കെ ആയി, ഇനി തുണി വിരിക്കണം. തുണി അങ്ങ് വാഷിങ് ചെയ്യും, വിരിപ്പും മടക്കും ഒരു വല്ലാത്ത ഇതാണ്. എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളത് അല്ലേ. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ ബ്ലോഗ് അല്ലായിരുന്നല്ലേ, കുക്കിങ്ങും ഇങ്ങനെ ടിപ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല വലിയവർക്കും രാത്രിയിൽ ഈ ചുമയ്ക്കുന്നതിനെ ഒരു ടിപ്സ് ഇട്ടിട്ടുണ്ട്. മിക്ക ദിവസം ആ ഒരു വീഡിയോയ്ക്ക് രാത്രി 1 മണി 12 മണി 2 മണി ആ സമയത്തൊക്കെയാണ് കമൻറ്റ് അതിൽ വരുന്നത്. കാരണം ഈ പാതിരാത്രിയിൽ കുഞ്ഞുങ്ങളിങ്ങനെ ചുമച്ചിട്ടിങ്ങനെ ഗതികെട്ട് ലാസ്റ്റ് എല്ലാവരും യൂട്യൂബ് നോക്കുമല്ലോ. അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റിൽ ഇതാ കാണുന്നതെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ കണ്ടു. ഒത്തിരി പേർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്സ് അത്. പക്ഷേ എനിക്കതിൽ ഡോളർ അങ്ങനെ വരത്തില്ല. കാരണം അതിൻ്റെ അകത്ത് വിക്സ് ഞാനിങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് വിക്സിൻ്റെ വല്ല പരസ്യം നമ്മൾ കാണിക്കുക എന്നുള്ള രീതിയിലാണോ എന്തോ യൂട്യൂബ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടും ഞങ്ങൾക്കതിൽ വരുന്നില്ല. പിന്നെ ആൾക്കാർ ഇങ്ങനെ കാണുന്നെന്നുള്ള ഇതേ ഉള്ളത്. അതുകൊണ്ട് ആൾക്കാർക്ക് പ്രയോജനമാവുന്നുണ്ട്, പക്ഷേ നമുക്ക് പ്രയോജനമില്ല. ആട്ടെ, അത് മുഖേന എത്രയോ കുഞ്ഞുങ്ങൾക്കത് പ്രയോജനമാവുന്നു. സാരമില്ല, അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് അത് വന്നു, ചേച്ചി 100% 100% റിസൾട്ട് അത് ചേച്ചിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്. ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ എൻ്റെ പ്രൈസന്മാരെ കൊച്ചിലെ ഉള്ള സംഭവമായത് ഒരു 6-7 വർഷമായി. അപ്പോൾ ഇവനിങ്ങനെ ചുമച്ച് തന്നെ രാത്രി നമ്മൾ ഒരു പൊടിക്കൈ നോക്കിയതാണ്. അപ്പോൾ അവനത് പ്രയോജനമായതുകൊണ്ട് ഞാനത് വീഡിയോ ആക്കി ഇട്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചി മൈഗ്രെയിന് എല്ലാം മരുന്ന് അറിയാമോ, ടിപ്സ് അറിയാമോ? നമുക്ക് അറിയാൻ വയ്യാത്തത് അറിയാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറയുമോ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കും ചുമ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ സംഭവം എന്തുവാ, കാലിൻ്റെ വെള്ളയും മൊത്തവും വിക്സ് തേച്ചിട്ട് സോക്സ് ഇട്ട് കിടക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ചിലർ പറയും ചേച്ചി വിക്സ് ഇല്ല ടൈഗർ ബാം പറ്റുമോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതുവരെയും ടൈഗർ ബാം തേച്ചിട്ടില്ല. വിക്സേ കുഞ്ഞുങ്ങളാണെങ്കിൽ ബേബി റബ്ബ് കിട്ടും, വലിയവർക്കാണെങ്കിൽ ഒരു 3 വയസ്സിൽ കൂടുതലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ വലിയവരുടെ വിക്സ് തേച്ചാൽ മതി. പക്ഷേ 1-2 പേര് ചേച്ചി രാത്രിയിൽ ടൈഗർ ബാം ഇത് വിക്സ് ഇല്ലാഞ്ഞ് ടൈഗർ ബാം ഇച്ചിരിയും തേച്ച് കൊടുത്ത് നല്ല ആശ്വാസമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ടൈഗർ ബാം തേച്ചാലും കുഴപ്പമില്ലെന്ന്. പക്ഷേ കുഞ്ഞുങ്ങളെ ടൈഗർ ബാം എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല. അത് ഇത്തിരി പുകച്ചിലുള്ളതല്ലേ ടൈഗർ ബാം. വിക്സ് കുഞ്ഞുങ്ങൾക്ക്
6 മാസമായ കുഞ്ഞുങ്ങൾക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വിജീസ് കിച്ചൻ്റെ അച്ചാർ വേണ്ടിയവർ ഇന്ത്യയിൽ എവിടെ അയച്ചു കൊടുക്കും. ഞാൻ പിന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. പിന്നെ കമൻറ്റിലും പിൻ ചെയ്യും. ഇപ്പം നിലവിലുള്ളത് നാരങ്ങയും ഈന്തപ്പഴം കൊണ്ടുള്ളതും, പിന്നെ റെഡ് നാരങ്ങ മാത്രം, പിന്നെ കുറച്ച് ചിക്കനും ഇരിപ്പുണ്ട്. ഈ ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ഉള്ളത് ഈ ഫ്രൈഡ് റൈസ്, ബിരിയാണി അതിനൊക്കെ നല്ല സൂപ്പറാണ്. എല്ലാം കൊറിയർ അയച്ചു കൊടുക്കും. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതിയേ. പിന്നെ ബീഫ് അങ്ങനെയുള്ളതൊക്കെ ഓർഡർ പറയുന്നതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മൾ ഇട്ടങ്ങനെ കുറേ നാൾ വെക്കത്തില്ല. നമ്മളുണ്ടാക്കി ഫ്രഷ് ആണ് ഇട്ട് കൊടുക്കുന്നത്. മമ്മിയുടെ അച്ചാർ എങ്ങനെയുണ്ട്? നല്ലതാ. മോനെ ഏത് അച്ചാറാണ് ഇഷ്ടം കൂടുതൽ? മീനും ബീഫുവാ. അപ്പം പോളുമോന് പിന്നെ അച്ചാർ ഞാനെടുത്ത് വെളിയിൽ വെക്കുവാണെങ്കിൽ അത് തീർത്ത് തരും. അപ്പം നെല്ലിക്ക നേരത്തെ ഇട്ടതേ ആണ്ടേ നെല്ലിക്ക ഞാനത് ഇന്നലെ എടുത്തതയച്ചിരി. നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട് നെല്ലിക്ക. ഇതിപ്പോൾ ഞാൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുത്തതാ. ഇതുപോലെ ഞാൻ ബാക്കി ഇട്ട് വെക്കുന്നത് നല്ലതായിട്ട് പെരട്ടി നെല്ലിക്കായി അങ്ങ് വയട്ട് തുറന്നപ്പോഴേ നല്ല മണം. ഇതിപ്പോൾ അങ്ങ് ഇരുന്നങ്ങ് കനിഞ്ഞ്. പിന്നെ മാങ്ങയൊക്കെ നമ്മുടെ സീസൺ അനുസരിച്ച്, അതാ ആർക്കെങ്കിലും എമർജൻസിക്ക് വേണമെങ്കിൽ ആ മാങ്ങയ്ക്ക് എത്ര രൂപ നമ്മൾ നേരത്തെ മാങ്ങയ്ക്കൊരു റേറ്റ് ഇട്ടായിരിക്കുമല്ലേ അച്ചാറിൻ്റെ റേറ്റ് ഇടുന്നത്. അപ്പോൾ ആ സമയത്ത് റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടെ എക്സ്ട്രാ എടുക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനാണെങ്കിൽ സീലിംഗ് ചെയ്യുന്ന മെഷീനൊക്കെ വാങ്ങിച്ച് അത് നല്ല 10-20,000 രൂപയോളം ആയതാണ്. അതൊക്കെ കാരണം എന്നാലും നമ്മൾ സീലൊക്കെ ചെയ്താലും ഈ കൊറിയറുകാരെങ്ങനെയൊക്കെ എറിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നതെന്നറിയാമോ? നമ്മളെത്ര സൂക്ഷിച്ചാൽ നമ്മൾ ഒന്ന് പിന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അവരൊന്നും അങ്ങനെ നോക്കത്തില്ല. അത് പറിച്ചമല്ലാന്നോ? കളക്കണ്ട, തൊടണ്ട, പോയി കൈ കഴുകും. ലിബല്ലക സാരമില്ല, പോയി ലിബല്ല തേക്ക്. ഇപ്പം ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് രാവിലെ 9 മണിക്ക് പോയി. ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പം പരീക്ഷ ലീവ് 11-ാം തീയതി. അപ്പം ട്യൂഷൻ്റെ രാവിലെയും വൈകിട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. ടെസ്റ്റുമാണ് നടക്കുന്നത്. പോളെ രാവിലെ ടെസ്റ്റ് ആയിരുന്നോടാ? രാവിലെ ടെസ്റ്റ് ആയിരുന്നോ? എത്ര മണിക്കാ? എന്നാ ഇത് കുടിച്ചിട്ടു. ഒരു കായ് കയറാ. രാവിലെ ബോൺവിറ്റ് കുടിക്കാതെ പോയത്, ഇപ്പം കൊടുത്തേ. അവർക്കൊക്കെ ചില സ്വഭാവങ്ങളുണ്ട്. എന്തോ മൈൻഡിൽ നിന്ന് ഇത്രയും അരപ്പിൻ്റെ മീൻസ് വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇച്ചിരി കൂടുതലായിപ്പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് തിളയ്ക്കാറാണ് ഞാൻ മീൻ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഇച്ചിരി ക്ഷാമോ കിട്ടാൻ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത്. മിക്ക ആൾക്കാർക്കും മീൻകറി ഉണ്ടാക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഇടുന്നത് കേട്ടോ, കാണിക്കുന്നത്. മോളിന് വീണ്ടും ട്യൂഷന് ടെസ്റ്റാണ്. അപ്പം അവൻ പഠിക്കുക. അവിടുത്തെ തുണിയൊക്കെ ഇപ്പം ഞാൻ അങ്ങ് വിരിച്ച്, ഇനി ഇവിടുത്തേയും കൂടെ അങ്ങ് വിരിക്കാം. അവൻ ആ കിച്ചണിൽ കാണിച്ചില്ലേ, അത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരം കണ്ടത്. ഇപ്പം ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് അവൻ കുറേയും കൂടെ അവിടെ നിന്ന് കാണിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് കമ്പ് വീണ സൗണ്ട്
കേട്ടോണ്ടേ ആളങ്ങ് ഓടിപ്പോയി. എന്നിട്ട് എന്നോട് ഇപ്പം അന്നേരം പറയുന്നുണ്ട്, വീഡിയോ ഓണേ മമ്മി, വീഡിയോ ഓൺ. ഞാൻ പറഞ്ഞാൽ ഞാൻ ഓണാക്കി വെച്ചേക്കുക, പക്ഷേ ഇങ്ങനെ ഇവിടെ നിന്ന് കാണിച്ചെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നോക്കിയുണ്ടേ എനിക്കും അതൊരു കോമഡി ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിത് അങ്ങ് ഇടാന്ന് വെച്ച്. ചെറുക്കൻ്റെ കാര്യം, എനിക്കങ്ങനെ ഉള്ളി അരിയുമ്പോൾ ഇങ്ങനെ കട്ടിയിൽ നിന്ന് വെള്ളം വരുന്നതല്ല, വെറും പച്ചുള്ളി എന്ന് വെച്ചാൽ വെറും പച്ചുള്ളി. തുണിയെല്ലാം വിരിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേന് മീനൊക്കെ വറ്റി, ഉള്ള കറിവേപ്പില ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ഉള്ളി അരിയുമ്പോൾ എത്ര അരിഞ്ഞാലും എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങനെ വെള്ളം വരത്തില്ല. പക്ഷേ നമ്മുടെ ഈ മുറിയിൽ, നമ്മുടെ നാട്ടിലത്തെ കൂട്ടല്ല, ഇവിടെയൊക്കെ അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ മുറി ഇരുന്ന് കഴിഞ്ഞാലും കിച്ചണിൽ നിന്ന് അരിഞ്ഞാലും പിള്ളേർ ഹോളിലാണെങ്കിലും എവിടെ ആണെങ്കിലും അവരുടെ കണ്ണെല്ലാം, പിള്ളേരെന്നല്ല ഇവിടെ റേച്ചാൻ്റെ ആണെങ്കിലും ഞാൻ അടുക്കളയിൽ നിന്ന് അരിയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ല, പക്ഷേ അവരുടെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരും. പിള്ളേരെപ്പോഴും പിന്നെ കഴുകിയിരിക്കും. കാരണം അങ്ങോട്ടൊന്നും അങ്ങനെ ജനലുകൾ ഹോളിലും കിച്ചണിലും എല്ലാം ഉണ്ടെങ്കിലും അത്രയും ഒരു വായുസഞ്ച നമ്മുടെ നാട്ടിലത്തെ കൂട്ട് തുറന്ന ഏറിയ അല്ലല്ലേ. അപ്പം നാട്ടിൽ അത്രയും പ്രശ്നം വരത്തില്ല, അത്രയും സ്പ്രെഡ് ആവത്തില്ല. ഇതെന്ന് പറയുന്നത് വേറെ സ്ഥലം കുറവല്ലേ. അങ്ങനെ എൻ്റെ കണ്ണിൽ നിന്ന് അത്രയും വെള്ളം വന്നിട്ട് പിന്നെ അവന്മാരെ പറയണോ. അപ്പം ഞാൻ തോരൻ വെക്കുന്നത് കുറച്ച് ബീൻസും ഇച്ചിരി ക്യാരറ്റും ഉണ്ടായിരുന്നു, അതാ തോരൻ വെക്കുന്നത്. പക്ഷേ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ചേർത്ത് വെച്ചത്. പക്ഷേ രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി തേങ്ങയൊക്കെ ഇട്ട് അതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചരുവം കഴുകി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ തോരൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചേ, അതൊന്ന് ഇച്ചിരി ഒന്ന് നന്നായി സ്റ്റാർട്ടിങ് ഒന്ന് നന്നായി ഇളക്കി അതിൻ്റെ ഒരു പുക പോലെ മുകളിൽ നിന്ന് വരുമ്പോൾ പിന്നെ ഞാൻ തീ കുറച്ചിട്ടിട്ട് വേറെ വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യും. ഇപ്പം ചിലർ ചിന്തിക്കും ഞങ്ങളും അങ്ങനെ ചെയ്യുന്നേ. അറിയാവുന്നവർ, നമ്മൾ ജോലി ചെയ്ത് പ്രാക്ടീസ് ചെയ്തോട്ടെ കാര്യമല്ല ഞാൻ പറയാൻ, അറിയാൻ വയ്യാത്ത ചില കുട്ടികളാണ്. ഇപ്പോൾ ആ തോരൻ അവിടെ അടുപ്പുംകര നിന്ന് അത് വേവുന്നിടം വരെ ചിലപ്പോൾ അവിടെ നിൽക്കും, ബാക്കിയുള്ള ജോലി അത് കഴിഞ്ഞിട്ട് പോയി ചെയ്യാമെന്ന് ചെയ്യും. അങ്ങനെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അതൊന്ന് അടപ്പത്തിട്ടിട്ട് അകത്ത് പോയി വല്ല ഷീറ്റ് മാറ്റാനുണ്ടെങ്കിലോ ഷീറ്റ് വിരിക്കാനുണ്ടെങ്കിലോ തുണി മടക്കാനുണ്ടെങ്കിലോ പോയി ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പോകല്ലേ. എനിക്കും പല അബദ്ധവും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാനും വലിയ എക്സ്പെർട്ടൊന്നും അല്ല, എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മളല്ലാതെ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഈ തല വറക്കുവാണെങ്കിൽ ശരിയാവത്തില്ല, അത് മൊത്തം അങ്ങ് പൊടിഞ്ഞും പോവും, ശരിക്കും അങ്ങോട്ട് മൂത്തും കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു ഇച്ചിരി ഓയിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ കടുക് വറക്കുന്നതിൻ്റെ ആ കുഴിയൻ്റെ അകത്ത് ഒഴിച്ചിട്ട് തിരിച്ച് ഒരു തല അങ്ങോട്ടും ഒരു തല ഇങ്ങോട്ടും വെച്ചിട്ട് രണ്ടെണ്ണം എനിക്കത് പെട്ടെന്ന് വറുത്തെടുക്കാം. അന്നേരം അങ്ങനെ വറുത്ത് കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. നമുക്കെല്ലാം നന്നായി എല്ലാ ഭാഗവും നന്നായി മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ വറക്കുമ്പം അല്ലാതെ വറുത്ത ഒരു സുമാറില്ല. അന്ന് വൈകിട്ട് റേച്ചാൻ ഇത്തിരി നേരത്തെ വന്നായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നടക്കാൻ പോയി. മോൻ അപ്പുറത്തെ സൊസൈറ്റി ബിൽഡിങ്ങിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് വന്നിട്ട് അവിടെ ഇരിക്കാൻ ബെഞ്ചുണ്ട്. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുമോ, കൊച്ചും മോനും ഞങ്ങളും എല്ലാം കൂടി ഇച്ചേരം അവിടെ ഇരുന്നിട്ട് പിന്നെ കയറി വരാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളൊന്ന് ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.